ലിസ്റ്റ് വൈകാൻ കാരണം ഇവിടെ നിന്ന് ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഡൽഹിയിൽ നിന്നും എല്ലാ മാധ്യമങ്ങളിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഇലക്ഷൻ വൈകും ജോണേ അടുത്ത സ്ഥാനാർത്ഥി സി പി ജോൺ ഇലക്ഷൻ വൈകും, വിഷു കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യണം. അത് ആ മിസ്ലീഡിങ് റിപ്പോർട്ട് കുറേ പേർ വിശ്വസിച്ച് പോയി. അതുകൊണ്ട് ഇലക്ഷൻ വൈകുമെങ്കിൽ വളരെ നേരത്തെ ഉണ്ടാക്കേണ്ട. കാരണം കോൺഗ്രസിന് പണം കുറവാണ്, ഏറ്റവും പണം കുറഞ്ഞ പാർട്ടിയാണ്. അതാണ് കുഴപ്പമുണ്ടായി. പക്ഷേ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ഒന്നിൻ്റെ വിത്തിൻ 3 days എല്ലാം ശരിയായല്ലോ, എല്ലാം ശരിയായില്ലേ. ഇപ്പോഴും LDFനും NDAക്കും എല്ലാ സ്ഥാനത്തായിട്ടുള്ളൂ. ഇടത്തെ വെച്ച് നോക്കിയാൽ എന്നുള്ളത് എന്താ പൊറ്റത്തിൽ പണ്ടുണ്ടായിട്ടുള്ളത്? 2001 ഓർമ്മയുണ്ട? 3 സ്ഥാനാർത്ഥിയെ മാറ്റി. എൻ്റെ ഓർമ്മയാണ്. അനൗൺസ് ചെയ്ത 3 സ്ഥാനാർത്ഥികൾ അവരെ അനൗൺസ് ചെയ്ത് പോസ്റ്റർ അടിച്ചു, ചുവരെഴുതി ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്, ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രത്യേക സാഹചര്യത്തിൽ ഒരു ചേഞ്ച് ആവശ്യം വന്നു. ഞാൻ ഫീൽഡിൽ നിന്നാണ് അവരെ 3 പേരെ വിളിച്ച് പറഞ്ഞത്. ശിവാസ് നായർ, ധനപാലൻ, KP വിനോദ്. പാർട്ടി തീരുമാനം മറിച്ചായിരിക്കുന്നു. ദയവ് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം. അവർ ഉടൻ തന്നെ പിന്മാറി. ഒരപശബ്ദം ഉണ്ടായില്ല. പാർട്ടിയോട് നിന്നു. 99 സീറ്റ് ഇലക്ഷനിൽ 99 സീറ്റ് നിങ്ങൾ പറഞ്ഞ ആ സമയത്തുണ്ടായി. കോൺഗ്രസ് ചരിത്രത്തിൽ കോൺഗ്രസിന് 62 MLA-മാരുണ്ടായ ചരിത്രമാണ് ആ ഇലക്ഷൻ. കോൺഗ്രസിൻ്റെ ഏറ്റവും റെക്കോർഡ് നമ്പർ ഓഫ് MLA-മാർ കേരളം ഉണ്ടായതിനു ശേഷം ഉണ്ടായത് ആ ഇലക്ഷനാണ്. ഈ ഭരണം മാറണം, പിണറായി ഭരണം അവസാനിക്കണം. ഒറ്റ കാര്യമുള്ളൂ, അതുകൊണ്ട് മറ്റൊരു ചിന്തയില്ല. അതുകൊണ്ട് നല്ല പുരുഷൻ ജയിക്കും. ചാണ്ടിമോനാണെങ്കിൽ റെക്കോർഡ് പുരുഷൻ. കാരണം ഞാൻ ചാണ്ടിമോൻ്റെ വളർച്ച എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം തന്നെ ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനായ ഒരു നേതാവായി ചാണ്ടിമോൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്.